ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ശുദ്ധ പദാർത്ഥങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അല്ലേ. ഇനി നമുക്ക് മിക്സ്ചേഴ്സിനെ കുറിച്ച് സ്പെസിഫിക്കായി സംസാരിക്കാം. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമുക്ക് അവരെക്കുറിച്ച് സംസാരിക്കാം. സോ മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്കറിയാം എന്താണ്, അതിൽ 2 തരത്തിലുള്ള മിനിമം 2 തരത്തിലുള്ള മോളിക്യൂൾസ് പ്രസൻ്റ് ആവണം, അല്ലെങ്കിൽ 2 ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് എന്താവണം, അതിലുണ്ടാവണം. 2 ആവാം, അതിലധികം എത്ര വേണമെങ്കിലും ആവാം, പക്ഷേ മിനിമം 2 തരത്തിലുള്ള മോളിക്യൂൾസ് അതിലുണ്ടാവണം. ഒരൊറ്റ തരത്തിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ, ഒരൊറ്റ തരത്തിലുള്ള മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മൾ അവരെ വിളിച്ചു ശുദ്ധ പദാർത്ഥങ്ങൾ. ആൻഡ് മിക്സ്ചേഴ്സ്, മക്കളെ നമ്മൾ മിക്സ്ചേഴ്സിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണ്. സോ മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരണം ആരാണ്? യെസ്, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, പഞ്ചസാര മിക്സ് ചെയ്യുന്നു, ആരെ കിട്ടുന്നു? പഞ്ചസാര ലായനി അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ കിട്ടുന്നു അല്ലേ. അപ്പോൾ എല്ലാവരും മനസ്സിൽ എന്ത് ചെയ്യുക, ഒരു ഷുഗർ സൊല്യൂഷൻ ചിന്തിക്കുക. യെസ്, എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, വെള്ളത്തിലേക്ക് ഷുഗർ ഇടുന്നു, മിക്സ് ചെയ്യുന്നു, ഷുഗർ സൊല്യൂഷൻ കിട്ടുന്നു. ഓക്കെ ആണ്, ക്ലിയർ ആണ്? എല്ലാവരും ആ ഷുഗർ സൊല്യൂഷൻ്റെ ആ ഒരു പ്രത്യേകത നമുക്കറിയാം അല്ലേ. നെക്സ്റ്റ് ചിന്തിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്ലാസ് എടുക്കുന്നു, അതിലേക്ക് വീണ്ടും എന്ത് ചെയ്യാണ്, കുറച്ച് പഞ്ചസാരക്ക് പകരം സാൻഡ് ആഡ് ചെയ്യുക. സാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മണലാണ് അല്ലേ. മണൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണ്, മണലിൻ്റെ ലായനി അല്ലെങ്കിൽ സാൻഡിൻ്റെ വാട്ടർ സൊല്യൂഷൻ, സാൻഡും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു മിക്സ്ചർ. രണ്ടും നിങ്ങൾ ഇമാജിൻ ചെയ്യുക, രണ്ടും നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക. 2 ആളുടെയും പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. സിമിലർലി അവർ തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ പോവാണ്. എല്ലാവരും ഇമാജിൻ ചെയ്തില്ലേ? ക്ലിയർ ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ മക്കളെ, സാൻഡ് സൊല്യൂഷൻ അതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമുള്ള സാൻഡിൻ്റെ കോൺസെൻട്രേഷൻ ഒരുപോലെ ആയിരിക്കുമോ? അല്ല അല്ലേ, അല്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം സാൻഡിൻ്റെ മോളിക്യൂൾസ് എന്ത് ചെയ്യും, താഴ്ഭാഗത്ത് വന്ന് അടിഞ്ഞു കിടക്കും. എന്നാൽ ഷുഗർ സൊല്യൂഷനിൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ, 10 മിനിറ്റ് കഴിഞ്ഞാൽ, ഒരു ദിവസം കഴിഞ്ഞാൽ ഷുഗർ പാർട്ടിക്കിൾസ്, ഷുഗർ മോളിക്യൂൾസ് താഴെ വന്ന് അടിഞ്ഞു കിടക്കാറുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഈ സൊല്യൂഷൻ്റെ, ഷുഗർ സൊല്യൂഷൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ കോമ്പോസിഷൻ ഒരുപോലെയാണ്. എന്നാൽ സാൻഡിൻ്റെ ഈ സൊല്യൂഷനിൽ അതിൻ്റെ കോമ്പോസിഷൻ എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ കറക്റ്റ് ടോപ്പിക്കിലേക്ക് വരികയാണ്. നമ്മൾ ഈ തരത്തിൽ എല്ലാ ഭാഗത്തുമുള്ള മിക്സറിൻ്റെ കോമ്പോസിഷൻ ഒരുപോലെ വരികയാണെങ്കിൽ നമ്മൾ അവരെ വിളിച്ചു ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനസ് മിക്സ്ചേഴ്സ്. ക്ലിയർ ആയില്ലേ? ആൻഡ് ഇവിടെ എങ്ങനെയാണ് മക്കളെ, പല ഭാഗത്തും സൊല്യൂഷൻ്റെ പല ഭാഗത്തും പല പോലെയാണ് അല്ലേ. എല്ലാ ഭാഗത്തും അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഒരുപോലെയല്ല. അപ്പോൾ നമുക്ക് പറയാം ഭിന്നാത്മകമാണ്, ഭിന്നമാണ്, വ്യത്യസ്തമാണ്, ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സ്. ക്ലിയർ ആയോ? സോ ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഏകാത്മക മിശ്രിതം എന്ന് വിളിക്കാം. ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ് ദ സെയിം പ്രോപ്പർട്ടി ത്രൂ ഔട്ട് ദാറ്റ് മിക്സ്ചർ ഈസ് കോൾഡ് ഹോമോജീനസ് മിക്സ്ചേഴ്സ്. ക്ലിയർ ആണ് മക്കളെ? ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പറയാം. സോ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഭാഗം ഏതാണ്? യെസ്, ഒരുപോലെ എന്ന് വരുന്ന ഒരേ ഗുണം എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. എല്ലാ ഭാഗവും ഒരേപോലെ എന്നുള്ള ഭാഗം നമ്മൾ മാർക്ക് ചെയ്യാണ്. ഇവിടെയോ ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ് ദ സെയിം പ്രോപ്പർട്ടി ത്രൂ ഔട്ട് ദാറ്റ് മിക്സ്ചർ എന്നുള്ള ഭാഗമാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്ത് പറയേണ്ടത്. ആൻഡ് കഴിഞ്ഞിട്ടില്ല, നമ്മളിനി ഇങ്ങോട്ടേക്ക് വരുന്നു. യെസ്, മണലും വെള്ളവും മിക്സ് ചെയ്തുണ്ടാക്കി ആ മിക്സ്ചറിലേക്ക് വരികയാണ്. അവിടെ എന്താണ്, ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് എന്നാ മക്കളെ, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ്, വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിച്ചു ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സ്. ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം അതിന് ഭിന്നാത്മക മിശ്രിതമെന്ന്. സിമ്പിളാണ്, വളരെ ചെറിയ സമയം കൊണ്ട് നമ്മൾ ആ കൺസെപ്റ്റും ക്ലിയർ ആയിട്ട് പഠിച്ചു. So thank you and all the very best.